നമസ്കാരം, അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ മുഖ്യപ്രതി പിടിയിലായത് കോളേജിലെ വിദ്യാർത്ഥി അനുരാജ്. കഞ്ചാവ് എത്തിച്ചത് അനുരാജിന്റെ നേതൃത്വത്തിലെന്ന് പോലീസ്. അനുരാജിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കഞ്ചാവിന്റെ ഉറവിടം ഉൾപ്പെടെ ലഭിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതിയുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പോലീസ് പരിശോധിക്കും. സംസ്ഥാനത്തെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മാസം 24-നാണ് യോഗം ചേരുക. ലഹരി വിരുദ്ധ ക്യാമ്പയിനും തുടർ നടപടിയും യോഗത്തിൽ ചർച്ചയാകും. ക്യാമ്പസുകളിൽ നിന്നടക്കം ലഹരി പിടികൂടുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. എക്സൈസ്, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം യോഗത്തിൽ പങ്കെടുക്കും. ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം എക്സൈസ് വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുക്കും. പോലീസിന് താക്കീതുമായി മുഖ്യമന്ത്രി. ക്രിമിനൽ സ്വഭാവം തൊഴിലാക്കിയവരുമായി കൂട്ടുകൂടരുതെന്ന് മുഖ്യമന്ത്രി. അടുത്ത കാലത്ത് ലഹരി മാഫിയ നാടിനെ പിടിമുറുക്കാൻ ശ്രമിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ രാമവർമ്മപുരത്ത് നടന്ന സബ് ഇൻസ്പെക്ടർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോഴിക്കോട് താമരശ്ശേരിയിലെ അനധികൃത ട്യൂഷൻ സെന്ററുകൾ പൂട്ടാൻ നിർദ്ദേശം. താമരശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി DEO നിർദ്ദേശം നൽകി. ഷഹബാസിന്റെ കൊലപാതകത്തെ തുടർന്നാണ് നടപടി. കൈക്കൂലി കേസിൽ പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ DGMന് 29 ലക്ഷം രൂപയുടെ നിക്ഷേപം. വീട്ടിൽ നിന്നും നിക്ഷേപത്തിന്റെ രേഖകൾ വിജിലൻസ് കണ്ടെത്തി. അലക്സ് മാത്യുവിന്റെ വീട്ടിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെത്തി. IOC ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. അലക്സ് മാത്യുവിനെ അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ചാലക്കുടി വ്യാജ ലഹരിമരുന്നു കേസിലെ പരാതിക്കാരി ഷീല സണ്ണിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഷീല സണ്ണിയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഷീല സണ്ണിയുടെയും മൊഴി രേഖപ്പെടുത്തിയത്. മുഖ്യപ്രതി നാരായണദാസിനായുള്ള അന്വേഷണവും ഊർജിതം. അതേസമയം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് ഷീല സണ്ണി. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം അനിശ്ചിതത്വത്തിൽ. ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കടുവയെ കണ്ടെത്താനായില്ല. മൂടൽമഞ്ഞും പ്രതിസന്ധിയാകുന്നുണ്ടെന്ന് വനംവകുപ്പ്. 3 സംഘങ്ങളായി തിരിഞ്ഞ വനത്തിൽ കടുവയ്ക്കായി തിരച്ചിൽ പുരോഗമിക്കുന്നു. കടുവയുടെ കാലിന് സാരമായി പരിക്കേറ്റതായും ക്ഷീണിതനായും വനംവകുപ്പ്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ കടുവയെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം ആരംഭിച്ചെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഏറെ റിസ്ക്കുള്ള ദൗത്യമാണ് വനംവകുപ്പ് ഏറ്റെടുത്തത്. എങ്കിലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. മനുഷ്യജീവനും സംരക്ഷണം, വന്യജീവിയെയും സംരക്ഷിക്കണം എന്ന 2 ദൗത്യങ്ങളാണ് ഒരേ സമയം ഏറ്റെടുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കർഷക സംഘടനകൾ നടത്തുന്ന സമരത്തിനെതിരെ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കിഫിയുടെ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും മലയോര മേഖലയിൽ സ്വാധീനമുണ്ടാക്കാനാണ് സംഘടനകളുടെ ശ്രമമെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. തോമസ് കെ തോമസ് MLA NCP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റുവെങ്കിലും പുനഃസംഘടന വൈകും. പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന വിഭാഗീയത പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയാത്തതിനാൽ ജില്ലാ കമ്മിറ്റി രൂപീകരണവും പ്രതിസന്ധിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗികളുടെ ശരീരഭാഗങ്ങൾ എടുത്തുകൊണ്ടുപോയ സംഭവത്തിൽ പിടിയിലായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഉത്തർപ്രദേശ് സ്വദേശി ഈശ്വർ ചന്ദിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജിലെ ഹൗസ് കീപ്പിംഗ് ജീവനക്കാരൻ അജയ് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണത്തിനും നിർദ്ദേശം. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 35-ാം ദിവസം. സമരം പൊളിക്കാനുള്ള സർക്കാർ നീക്കം വകവയ്ക്കാതെ ആശമാർ. നാളത്തെ സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി മുന്നോട്ടു പോകും. പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികൾ. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും കാണാതായ 13-കാരിയെ ബന്ധു തട്ടിക്കൊണ്ടുപോയതാണെന്ന് പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ വർഷം ഇതേ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ യുവാവാണ് തട്ടിക്കൊണ്ടുപോകലിന് പിറകിൽ. പെൺകുട്ടിയെയും പ്രതിയെയും കണ്ടെത്താൻ പോലീസ് അന്വേഷണം ശക്തമാക്കി.
ആലപ്പുഴ കാവാലത്ത് 5 വയസ്സുകാരന് നേരെ തെരുവുനായ ആക്രമണത്തിൽ കാവാലം സ്വദേശി പ്രദീപിന്റെ മകൻ തേജസിന് പരിക്കേറ്റു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ തലയിലും കണ്ണിനും കൈയിലും വയറിനും തെരുവുനായ കടിച്ചു. കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. കാവാലം ഭാഗത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ട്രെയിനിനടിയിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം. വടക്കാഞ്ചേരി കൊടുമ്പ് സ്വദേശി മിഥുനാണ് മരിച്ചത്. ട്രെയിൻ അടിയിൽപ്പെട്ട് യുവാവിന്റെ ശരീരം 2ആയി മുറിഞ്ഞു. ഷൊർണൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ധൻബാദ് എക്സ്പ്രസ് ട്രെയിനടിയിൽപ്പെട്ടാണ് യുവാവ് മരിച്ചത്. ഹെവി വാഹന ഡ്രൈവറാണ് മിഥുൻ. ഇടുക്കി നെടുങ്കണ്ടത്ത് പടുതക്കുളത്തിൽ വീണ് വയോധികൻ മരിച്ചു. കോമ്പയാർ മത്തായിപ്പാറ സ്വദേശി മോഹനനാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് പടുതാക്കുളത്തിൽ കാൽവഴുതി വീണതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെയാണ് ഇയാളെ മരിച്ച നിലയിൽ പടുതാക്കുളത്തിൽ കണ്ടെത്തിയത്. മലപ്പുറം തിരൂർക്കാട് KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 2ആയി. വണ്ടൂർ സ്വദേശി ഷെൻഫയാണ് മരിച്ചത്. അപകടത്തിൽ കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് സ്വദേശി ശ്രീനന്ദ മരിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് 3:30യോടെയാണ് മലപ്പുറം പെരിന്തൽമണ്ണയിൽ അപകടമുണ്ടായത്. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരികയായിരുന്ന KSRTC ബസ്സും എതിരെ വന്ന ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടുക്കി കുറത്തിക്കുടിക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ ആശാവർക്കർക്കും ഭർത്താവിനും പരിക്ക്. ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ ഇരുവരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് പെരുമ്പൻകുത്ത് കുറത്തിക്കുടി റോഡിൽ പ്ലാങ്കലിന് സമീപം വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കണ്ണൂർ കോളയാട് പഞ്ചായത്തിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പശുക്കൾ ചത്തു. ക്ഷീരകർഷകനായ വിവേകിന്റെ പശുക്കളെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. വീടിനടുത്തുള്ള വയലിൽ കെട്ടിയിരുന്ന പശുക്കളെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. കണ്ണൂർ ഇരിട്ടി പുന്നാടിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഉളിയിൽ സ്വദേശിയായ ഫൈജാസാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിൽ കുടുങ്ങിപ്പോയ യുവാവിനെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം കാട്ടാക്കടയിൽ അമിത വേഗതയിൽ വന്ന കാർ മതിലിൽ ഇടിച്ച് തല കീഴായി മറിഞ്ഞു. അപകടത്തിൽ വാഹനം പൂർണ്ണമായി തകർന്നു. വാഹനം ഓടിച്ചിരുന്നത് സൈനികൻ ഫിറോഷാണെന്ന് പോലീസ് പറഞ്ഞു. വാഹനത്തിൽ നിന്ന് കഞ്ചാവ് പൊതിയും കണ്ടെടുത്തു. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൃശൂർ കൊരട്ടിയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. കണ്ണൂർ പുലിക്കുറുമ്പ സ്വദേശി ജെറിയാണ് പിടിയിലായത്. കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ അമൃത് രംഗന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. കൊച്ചി എളമക്കര സ്റ്റേഷനിലെ രാത്രികാല പട്രോളിംഗ് പാർട്ടി ആക്രമിച്ചയാൾ അറസ്റ്റിൽ. ലക്ഷദ്വീപ് സ്വദേശി ഹയീം തൊയ്യീബാണ് അറസ്റ്റിലായത്. നൈറ്റ് പട്രോളിംഗ് നടത്തിയ SI കൃഷ്ണകുമാർ, SCPO ശ്രീജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിന് കേടുപാട് വരുത്തിയതിനുമാണ് അറസ്റ്റ്. കർണാടകയിൽ വൻ രാസലഹരി വേട്ട. ബംഗളൂരുവിൽ 75 കോടി വില മതിക്കുന്ന 37.87 കിലോഗ്രാം MDMA പിടികൂടി. ലഹരി റാക്കറ്റിലെ ദക്ഷിണാഫ്രിക്കൻ പൗരത്വമുള്ള 2 വനിതകളെ മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. പാമ്പ ഫൻഡ്ര, അബിക അഡോണിസ് എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിലെ ഇലക്ട്രോണിക് സിറ്റിക്ക് സമീപത്ത് നിന്നാണ് യുവതികൾ പിടിയിലായത്. മലപ്പുറം വളാഞ്ചേരിയിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. MDMAയുമായി മൂന്നാക്കൽ പള്ളി റോഡ് സ്വദേശി സുഹൈൽ പിടിയിൽ. 7 ഗ്രാം MDMAയുമായി വളാഞ്ചേരി പോലീസാണ് ഇയാളെ പിടികൂടിയത്. കൊല്ലത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. ബീഹാർ സ്വദേശികളായ സദാം നദാഫി, മുസ്തഫ നദാഫി എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. പ്രതികൾ ചാത്തന്നൂർ, കൊട്ടിയം, ഉമയനല്ലൂർ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി കട നടത്തി വരികയാണ്. ഇതിന്റെ മറവിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന.
തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാട്സപ്പിൽ വന്ന ലിങ്ക് തുറന്ന യുവാവിന് 66,000 രൂപ നഷ്ടപ്പെട്ടു. ലോകമലേശ്വരം സ്വദേശി ഷാഹുൽ അമീദിനാണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത്. ഷാഹുലിന്റെ ഫോണിലേക്ക് ബാങ്കിന്റേതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാട്സപ്പ് സന്ദേശം വന്നിരുന്നു. ബാങ്കിൽ നിന്നുമുള്ളതാണെന്ന് കരുതി ഷാഹുൽ സന്ദേശം തുറന്നു നോക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുകയും ചെയ്തു. മലപ്പുറം കാട്ടുങ്ങലിൽ സ്വർണ്ണക്കവർച്ചാ കേസിൽ 2 പേരെ പിടികൂടി. ജ്വല്ലറികളിൽ വിൽപ്പന നടത്താനുള്ള സ്വർണവുമായി സ്കൂട്ടറിൽ പോയ ശിവേഷ്, സുകുമാരൻ എന്നിവരെ മറ്റൊരു ബൈക്കിലെത്തിയ 2 അംഗ സംഘം ആക്രമിച്ച് സ്വർണം തട്ടിയെന്നാണ് കേസ്. സംഭവത്തിൽ പരാതിക്കാരനായ ശിവേഷിനും ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. നിലവിൽ പോലീസ് ശിവേഷിനെയും സുഹൃത്ത് ബെൻസിനെയും ചോദ്യം ചെയ്ത് വരികയാണ്. കവർച്ചയിൽ ബെൻസിന്റെ സുഹൃത്തിനും പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നു. മലപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തിൽ 35 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 404 ഗ്രാം സ്വർണമാണ് പോലീസ് പിടിച്ചെടുത്തത്. താമരശ്ശേരി സ്വദേശി അബ്ദുൽ അസീസാണ് പിടിയിലായത്. ഈന്തപ്പഴത്തിന്റെ പാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചാണ് വിദേശത്ത് നിന്നെത്തിയ ഇയാൾ സ്വർണം കടത്താൻ ശ്രമിച്ചത്. സ്വർണ്ണക്കടത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇടുക്കി അടിമാലിക്ക് സമീപം പീച്ചാടിൽ പലചരക്ക് കട കുത്തി തുറന്ന് 2 ലക്ഷത്തിലധികം രൂപയുടെ പലചരക്ക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 പേരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. മാമലക്കണ്ടം സ്വദേശി മുത്തു, ഉപ്പുതോട് സ്വദേശി ബിനീഷ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അടിമാലി സ്വദേശിയായ ഒട്ടക്കൽ ഷാജഹാന്റെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ആശുപത്രിയിൽ വൻ തീപിടുത്തം. 200ഓളം രോഗികളെ രക്ഷപ്പെടുത്തി. ഇവരെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. ഗ്വാളിയോറിലെ സർക്കാർ ആശുപത്രിയിൽ ഞായറാഴ്ച പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആശുപത്രിയിലെ ഗാർഡുകൾ ജനാലകൾ തകർത്ത് ഐസിയുവിലടക്കം പ്രവേശിപ്പിച്ച് രോഗികളെ പുറത്തെത്തിക്കുകയായിരുന്നു. അന്വേഷണത്തെക്കുറിച്ച് സർക്കാർ അന്വേഷണം ആരംഭിച്ചു. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് കേസിൽ അന്വേഷണം മലയാളികളിലേക്കും നീങ്ങുന്നു. കേസിൽ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത ടാൻസാനിയൻ യുവതിയെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റി. ടാൻസാനിയക്കാരായ 2 പ്രതികൾക്കുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം അടുത്ത ദിവസം നൽകും. നീലഗിരിയിലേക്കും കൊടൈക്കനാലിലേക്കുമുള്ള വിനോദസഞ്ചാര വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മദ്രാസ് ഹൈക്കോടതി. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് നിയന്ത്രണം. പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ച് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികളുടെ വാഹനങ്ങൾക്കും അവശ്യ സർവീസുകൾക്കും നിയന്ത്രണം ബാധകമല്ല. കൂടുതൽ വാഹനങ്ങൾ എത്തുന്നത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുകയും ടൂറിസം നിലവാരത്തെ പ്രദേശവാസികളുടെ ജീവിതത്തെയും ബാധിക്കുന്നതായും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഗീത സംവിധായകൻ AR റഹ്മാൻ ആശുപത്രി വിട്ടു. നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നു രാവിലെ 7 മണിയോടെയാണ് റഹ്മാനെ ആശുപത്രിയിൽ എത്തിച്ചത്. അദ്ദേഹം ആരോഗ്യവാനാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ECG, എക്കോകാർഡിയോഗ്രാം അടക്കമുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ഹോളി ആഘോഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി RJD നേതാവ് തേജ് പ്രതാപ് യാദവ്. പട്നയിലെ വസതിയിൽ നടന്ന ഹോളി ആഘോഷത്തിനിടെയാണ് സംഭവം. നൃത്തം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമെന്നും തേജ് പ്രതാപ് പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നതും തുടർ ഉദ്യോഗസ്ഥർ നൃത്തം ചെയ്യുന്നതും വീഡിയോയിൽ കാണാം. 3 വർഷത്തിനിടയിൽ ആദ്യമായി ഏറ്റവും ശുദ്ധമായ വായു ശ്വസിച്ച് ഡൽഹി. ശനിയാഴ്ച വായു ഗുണനിലവാര സൂചികയിൽ 85 രേഖപ്പെടുത്തി. ജനുവരി മുതൽ മാർച്ച് പകുതി വരെയുള്ള കാലയളവിലെ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. 2025 ആദ്യമായാണ് തൃപ്തികരമായ IQ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ അറിയിച്ചു. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പു കേസിൽ ഇന്റർപോൾ നിർദ്ദേശപ്രകാരം വർക്കല പോലീസ് അറസ്റ്റ് ചെയ്ത ലിത്വാനിയൻ പൗരൻ അലക്സേജ് ബെസിക്കോവ് പോലീസ് വലയിലാകും മുൻപ് കടക്കാൻ ശ്രമിച്ചത് ഗോവയിലേക്ക്. ഗോവയിലുള്ള സുഹൃത്തായ റഷ്യൻ പൗരന്റെ വീട്ടിലേക്ക് പോകാനൊരുങ്ങവെയാണ് ബുധനാഴ്ച അറസ്റ്റിലായത്. ഇയാൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം.
9 മാസമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള ക്രൂ 10 ദൗത്യ സംഘത്തിന്റെ ആദ്യഘട്ടം വിജയം. സഞ്ചാരികൾ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത് ഹാച്ചിംഗ് പൂർത്തിയാക്കി. സുനിത വില്യംസ് അടക്കമുള്ളവരുടെ മടക്കം ബുധനാഴ്ച. സ്പേസ് എക്സിന്റെ ചൊവ്വ ദൗത്യം 2026 അവസാനത്തോടെയെന്ന് ഇലോൺ മസ്ക്. ടെസ്ലയുടെ ഒപ്റ്റിമസ് റോബോട്ടും സ്റ്റാർഷിപ്പ് എന്ന ബഹിരാകാശ വാഹനത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലാൻഡിംഗ് വിജയകരമായാൽ 2029 മനുഷ്യരെ ചൊവ്വയിൽ ഇറക്കാനായേക്കുമെന്നും മസ്ക് എക്സിൽ കുറിച്ചു. വെടിനിർത്തൽ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 9 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിയ പട്ടണത്തിൽ ഇന്നലെയുണ്ടായ 2 ആക്രമണങ്ങളിലാണ് 9 പേർ കൊല്ലപ്പെട്ടത്. ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനായി ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിതരണം തടഞ്ഞുള്ള ഇസ്രായേൽ ഉപരോധം 3ാം ആഴ്ചയിലും തുടരുകയാണ്. ബഹിരാകാശ പര്യവേഷണ രംഗത്ത് വീണ്ടും ചരിത്രം കുറിച്ച് യുഎഇയുടെ കൃത്രിമ ഉപഗ്രഹമായ ഇത്തിഹാദ് സാറ്റിൽ നിന്ന് ആദ്യ സന്ദേശം ലഭിച്ചതായി മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ അറിയിച്ചു. യുഎസിലെ കാലിഫോർണിയ വാൻഡൻബർഗ് സ്പേസ് ബേസിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് റഡാർ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. യുഎഇ ഈ വർഷം വിജയകരമായി വിക്ഷേപിക്കുന്ന 2ാമത്തെ ഉപഗ്രഹമാണ് ഇത്തിഹാദ് സാറ്റ്. പവർ ബാങ്ക് ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി സിംഗപ്പൂർ എയർലൈൻസ്. യാത്രക്കിടെ വിമാനത്തിൽ വെച്ച് സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ചാർജ് ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തുകയാണ് കമ്പനി. ഏപ്രിൽ 1 മുതൽ ഈ നിബന്ധന പ്രാബല്യത്തിൽ വരും. വിമാനത്തിലെ USB പോർട്ടുകൾ ഉപയോഗിച്ച് പവർ ബാങ്കുകൾ ചാർജ് ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തും. ഹാൻഡ് ബാഗേജിൽ പവർ ബാങ്കുകൾ കൊണ്ടുപോകുന്നതിന് വിലക്ക് ഉണ്ടായിരിക്കില്ല. പാലക്കാട് കപ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം നടത്തിയത്. കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്ത് നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും അധർമ്മങ്ങൾക്കുമെതിരെ പോരാടിയ മഹാത്മാഗാന്ധിയെപ്പോലെ കോൺഗ്രസിന്റെ അവസാന പ്രവർത്തകൻ വരെ പോരാടേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗാന്ധിയുടെ ചെങ്ങന്നൂർ സന്ദർശനത്തിന്റെ 100ാം വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം കാങ്കപ്പുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബ്രിഡ്ജിന്റെ ഇരുവശങ്ങളിലുമുള്ള ഭൂ ഉടമകളുടെയും കെട്ടിട ഉടമകളുടെയും 2ാം ഘട്ട യോഗം നടന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ കുമ്പിടി നാസ് ഓഡിറ്റോറിയത്തിലാണ് യോഗം ചേർന്നത്. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് 102 കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ നഗരത്തിൽ അനധികൃതമായി സ്ഥാപിച്ച തട്ടുകടകൾ നഗരസഭാ അധികൃതർ പൊളിച്ചു നീക്കി. കാവിൽക്കടവ് തോടിന് സമീപം സ്ഥാപിച്ച തട്ടുകടകളാണ് നീക്കം ചെയ്തത്. നഗരസഭ വെൻഡിംഗ് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാത്ത കടകളാണ് പൊളിച്ചു നീക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു തട്ടുകടകൾക്ക് നഗരസഭ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹോപ്പ് കൂട്ടായ്മയുടെ ജീവൻ രക്ഷാ അവാർഡ് കോഴിക്കോട് ഉള്ളിയേരിയിലെ സാമൂഹ്യ പ്രവർത്തകൻ അരുൺ നമ്പിയാട്ടിലിന് സമ്മാനിച്ചു. രക്തദാനത്തിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് അരുൺ. യുവജനക്ഷേമ വളണ്ടിയർ, റെഡ് ക്രോസ് വളണ്ടിയർ, ആപത് മിത്ര വളണ്ടിയർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്നതിനിടെയാണ് അരുണിന് ജീവൻ രക്ഷാ അവാർഡ് ലഭിച്ചത്. കൊല്ലം ഇടക്കിടത്ത് സർവശിക്ഷ കേരളം നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം ഇടക്കിടം LP സ്കൂളിൽ ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവ് വളർത്തി പഠനത്തോടൊപ്പം പുതിയ ആശയം വളർത്താനും കുട്ടികൾ തമ്മിലുള്ള ഇടപെടൽ വർദ്ധിപ്പിക്കാനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂർ കൊടുങ്ങല്ലൂരിലെ പടുതാക്കുളത്തിനോട് നഗരസഭ പുലർത്തുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ശുചീകരണ യജ്ഞം നടത്തി.
വാർഡ് കൗൺസിലർ TS സജീവന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. നിരവധി തവണ വാർഡ് സഭകളിലും വികസന സെമിനാറുകളിലും കൗൺസിലിംഗിലും ഉന്നയിച്ചിട്ടും കുളങ്ങൾ നവീകരണത്തിന് നഗരസഭ നടപടി സ്വീകരിച്ചില്ലെന്ന് വാർഡ് കൗൺസിലർ TS സജീവൻ ആരോപിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി തൃശൂർ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. VV സജീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ JCAയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ഗാന്ധി ചെങ്ങന്നൂർ സന്ദർശിച്ചതിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. JCI ചെങ്ങന്നൂർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിഷ്ണു മനോഹർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശോഭ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇസോവ KMCC കമ്മിറ്റി എല്ലാ വർഷവും നടത്തിവരാറുള്ള മെഗാ ഇഫ്താർ സംഗമം വിപുലമായി ഫാക് മജ്ലിസിൽ വെച്ച് നടത്തി. 2000-ൽ പരം സ്വദേശികളും വിദേശികളും അടങ്ങുന്ന വിവിധ മതരാഷ്ട്രീയ മേഖലകളിലെ ആളുകൾ പങ്കെടുത്തു. ഗുരുവായൂർ ഉത്സവത്തിന്റെ 6ാം ദിവസത്തെ കായ്റ്റ് ശീവേലി മേളത്തിലെ സവിശേഷ ചടങ്ങായ വകകൊട്ടൽ ശ്രദ്ധേയമായി. വടക്കേ നടയിൽ പഞ്ചാരി മേളം അടന്തയിലേക്ക് മാറുമ്പോഴായിരുന്നു മേള തെളിയിക്കുന്ന വകകൊട്ടൽ. മേളപ്രമാണിമാർക്ക് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉപഹാരം നൽകി. കൊല്ലം പത്തനാപുരം ചേകം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്രം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി കെട്ടുകാഴ്ച നടന്നു. 4 കരകളിൽ നിന്നുള്ള ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നതോടെ കെട്ടുകാഴ്ച സമാപിച്ചു. മലപ്പുറം പൊന്നാനി കണ്ടക്കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൂത്തുപുറയിട്ടു. മാർച്ച് 25-നാണ് മഹോത്സവം നടക്കുക. ബ്രഹ്മശ്രീ കൽപ്പുഴ മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പൂജാതി കർമ്മങ്ങളോടെയാണ് താലപ്പൊലി മഹോത്സവത്തിന്റെ കൊടിയേറ്റൽ ചടങ്ങ് തുടക്കം കുറിച്ചത്. കൊച്ചിയിൽ സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ. ജില്ലയിലെ 9 കേന്ദ്രങ്ങളിലെ സെന്ററുകളുടെ ഉദ്ഘാടനം വിവിധ കേന്ദ്രങ്ങളിൽ MLAമാർ, ജില്ലാ കളക്ടർ, നഗരസഭാ അധ്യക്ഷന്മാർ തുടങ്ങിയവർ നിർവഹിച്ചു. പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകാനെത്തുന്നവർക്ക് ആവശ്യമായ മാനസിക പിന്തുണ നൽകുക എന്നതാണ് സെന്ററുകളുടെ മുഖ്യ ലക്ഷ്യം. മലപ്പുറം വളാഞ്ചേരി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മുട്ടക്കോഴി വിതരണം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. സുവർണ, ഗ്രാമപ്രിയ എന്നീ ഇനത്തിൽപ്പെട്ട കോഴികളെയാണ് 1000 ഗുണഭോക്താക്കൾക്കായി ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. 6 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂർ BJP മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞാണി സെന്ററിൽ ദീപജ്വാല സംഘടിപ്പിച്ചു. രാസലഹരിക്കെതിരെ സമൂഹം ശക്തമായ ശബ്ദമുയർത്തി പ്രതികരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പരിപാടി നടന്നത്. മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് ദീപജ്വാല ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി 1.5 കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനു പുറമെ സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ഹൈടെക് ക്ലാസ് മുറി പണിയുന്നതിന് 10 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ആര്യനാട് ഗവൺമെന്റ് LP സ്കൂളിൽ ശതപൂർണിമ 2025 സംഘടിപ്പിച്ചു. സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ പ്രീ പ്രൈമറി ക്ലാസ് റൂമും ശിലാസ്ഥാപനവും ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതിയും സംഘടിപ്പിച്ചു. ഉദ്ഘാടനം അരുവിക്കര MLA G സ്റ്റീഫൻ നിർവഹിച്ചു. മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയ ആര്യനാട് പഞ്ചായത്തിനെ ചടങ്ങിൽ ആദരിച്ചു. പാലക്കാട് പട്ടഞ്ചേരിയിൽ ജൂനിയർ അണ്ടർ 16 കിലോ വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട R. അഭിരാം രാജേന്ദ്രനെ ആദരിച്ചു.
12ാം വാർഡിന്റെ കൂട്ടായ്മയാണ് ആദരിച്ചത്. ആദരവ് പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ PS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. KSRTC ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം P. നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ ചിലവിൽ ഗുണനിലവാരമുള്ളതും ശാസ്ത്രീയമായതുമായ ഡ്രൈവിംഗ് പരിശീലനം ലഭ്യമാക്കുകയാണ് പരിശീലന കേന്ദ്രത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. SC/ST വിഭാഗത്തിന് പരിശീലനത്തിൽ 20% ഫീസ് ഇളവ് ഉണ്ടാകും. പത്തനംതിട്ട ജില്ലയിലെ പരുമല സെന്റ് ഗ്രിഗോറിയസ് ഇന്റർനാഷണൽ ക്യാൻസർ സെന്ററിൽ സ്നേഹസ്പർശം പുരസ്കാരം സിനിമാ താരം മമത മോഹൻദാസിന് നൽകി. മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി പുരസ്കാരം സമ്മാനിച്ചു. പരുമല സെന്റ് ഗ്രിഗോറിയസ് ആശുപത്രിയിൽ നടന്ന ചടങ്ങ് റാന്നി MLA പ്രമോദ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജസൻ ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം റാസയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്ത്. ജസൻ ജോസഫ്, കൈലാഷ്, മിഥുൻ നളിനി, ജാനകി ചിത്തു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഹുസൈൻ അബ്ദുൾ ഷുക്കൂറാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് 3D ആനിമേഷൻ ആൻഡ് ലൈവ് ആക്ഷൻ 3D സിനിമയായ ലൗലിയുടെ ഒഫീഷ്യൽ വീഡിയോ ഗാനം റിലീസായി. സുഹൈൽ കോഴ എഴുതിയ വരികൾക്ക് വിഷ്ണു വിജയ് സംഗീതം പകർന്ന് KS ഹരിശങ്കർ, വിഷ്ണു വിജയ് എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചത്. ഏപ്രിൽ 4 പ്രദർശനത്തിനെത്തുന്ന ചിത്രത്തിൽ യുവതാരം മാത്യു തോമസ് ആണ് നായകൻ. അരങ്ങേറ്റ ചിത്രം നാദാനിനിയാം വിമർശിച്ച പാകിസ്ഥാൻ റിവ്യൂ ഭീഷണിപ്പെടുത്തി സെയ്ഫ് അലി ഖാന്റെ മകൻ ഇബ്രാഹിം അലി ഖാൻ. വിമർശനത്തിന് ഇബ്രാഹിം ഇൻസ്റ്റഗ്രാം ചാറ്റിൽ നൽകിയ മറുപടിയുടെ സ്ക്രീൻഷോട്ട് പാകിസ്ഥാൻ ചലച്ചിത്ര നിരൂപകനായ തമൂർ ഇക്ബാൽ പങ്കുവച്ചു. തമൂറിനെ തെരുവിൽ കണ്ടാൽ മുഖം ഇപ്പോഴുള്ളതിനേക്കാൾ വികൃതമാക്കും എന്നാണ് സ്ക്രീൻഷോട്ടിൽ ഇബ്രാഹിം മറുപടി കൊടുത്തിരിക്കുന്നത്. ഷെയ്ൻ നിക്കം നായകനായി എത്തുന്ന വീര സംവിധാനം ചെയ്യുന്ന ഹാൽ എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്ത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് നന്ദഗോപൻ ഈണം നൽകി ആദിത്യ ആർക്കെയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 24 ചിത്രം റിലീസാകും. സാക്ഷി വൈദ്യയാണ് നായികയായി എത്തുന്നത്. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായെത്തിയ സല റിലീസിന് ഒരുങ്ങുന്നു. 24 മണിക്കൂറിനുള്ളിൽ വിറ്റുതീർന്നത് 23,000 ടിക്കറ്റുകൾ. ചിത്രം ഈ മാസം 21 തിയേറ്ററുകളിലെത്തും. ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേനൻ നിർമ്മിച്ച് ചേൺ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത് ബുദ്ധ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. വിവിധ ഷെഡ്യൂളുകളിലായി 120ഓളം ദിവസം നീണ്ടുനിന്ന ചിത്രീകരണത്തോടെയാണ് ചിത്രീകരണം പൂർത്തിയായത്. പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ പ്രിയംവദ കൃഷ്ണനാണ് നായിക. വനിതാ പ്രീമിയർ ലീഗ് കിരീടം മുംബൈ ഇന്ത്യൻസിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിന് തകർത്താണ് മുംബൈയുടെ 2ാം കിരീട നേട്ടം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ മുംബൈ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എടുത്തത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് മുംബൈക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. തുടർച്ചയായ 3ാം തവണയാണ് ഡൽഹി ഫൈനലിൽ തോൽക്കുന്നത്. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് T20 ചാമ്പ്യന്മാരെ ഇന്നറിയാൻ. ഫൈനലിൽ സച്ചിൻ തെണ്ടുൽക്കർ നയിക്കുന്ന ഇന്ത്യ ബ്രയാൻ ലാറയുടെ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിലാണ് കലാശ പോരാട്ടം. സെമിയിൽ ഓസ്ട്രേലിയയെ തകർത്താണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. ശ്രീലങ്കയെ തകർത്തായിരുന്നു വിൻഡീസിന്റെ ഫൈനൽ പ്രവേശം. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.